ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. ലോഗോസ് കിസ് 2025 എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 3-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വീസ് ഗൈഡ് ചാനൽ. ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി എഫേസോസിന്റെ 2-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമന്റിൽ നിന്നുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമന്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 25 മാർക്ക് ലഭിച്ചവർ തങ്കമ്മ ഗബ്രിയേൽ, മാത്യു കെ ജെ, ട്രീസാമ തോമസ്, മേഴ്സി ജോസഫ്. 24 മാർക്ക് ലഭിച്ചത് സിസ്റ്റർ മേരി ജോസ് കുരിശിങ്കൽ ആൻഡ് സാബു. 23 മാർക്ക് ലഭിച്ചത് ജോൺസൺ കെ. 22 മാർക്ക് ലഭിച്ചവർ എൽസി സാംസൺ, റീനാമ ജോർജ്, സോണി ഷിജു, സെബാസ്റ്റിൻ, ത്രേസ്യ ഗബ്രിയേൽ, മോളി ജോസ്. 21 മാർക്ക് ലഭിച്ചത് ലീലാമ തോമസ്, ബിന്ദു ക്ലീറ്റസ്, ഗ്രേസി പൈലി. 19 മാർക്ക് ലഭിച്ചത് റാണി ഡൊമിനിക്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. വെളിപാട് വഴി ഏതിനെക്കുറിച്ചുള്ള രഹസ്യമാണ് ഉൾക്കാഴ്ചയിലൂടെ ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു. ചോദ്യം 2. ദൈവം എന്താണ് സൃഷ്ടിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, സകലവും. ചോദ്യം 3. ആരാണ് എഫേസോസിലെ ജനങ്ങൾക്ക് വേണ്ടി തടവിലായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, പൗലോസ്. ചോദ്യം 4. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഏതളവ് മനസ്സിലാക്കണം? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം. ചോദ്യം 5. ആർക്കാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അവിടുത്തേക്ക്. ചോദ്യം 6. ഏത് കാലത്തെ മനുഷ്യർക്ക് ക്രിസ്തുവിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നില്ല? ഉത്തരം ഓപ്ഷൻ സി, മറ്റ് തലമുറയുടെ കാലത്ത്. ചോദ്യം 7. പിതൃത്വങ്ങൾക്ക് നാമകരണം എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, പിതാവിൽ നിന്ന്. ചോദ്യം 8. വിജാതീയരോട് ദുർഗ്രഹമായ എന്താണ് പ്രസംഗിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, സമ്പന്നത. ചോദ്യം 9. ദൈവകൃപ കൈകാര്യം ചെയ്യാൻ ആരെ നിയോഗിച്ചിരിക്കുന്നു?
ഉത്തരം ഓപ്ഷൻ ബി പൗലോസ്. ചോദ്യം 10. ശുശ്രൂഷകനാകുന്നത് ആര് നൽകിയ കൃപാവരത്താലാണ്? ഉത്തരം ഓപ്ഷൻ എ ദൈവം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 11. പൗലോസ് രഹസ്യം എങ്ങനെ അറിഞ്ഞു? ഉത്തരം ഓപ്ഷൻ ബി വെളിപാട് വഴി. ചോദ്യം 12. യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ധൈര്യം. ചോദ്യം 13. അവിടത്തേക്ക് എവിടെയായാണ് മഹത്വം ഉണ്ടാകേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി സഭയിൽ. ചോദ്യം 14. വിജാതീയർ ക്രിസ്തുവിലൂടെ എന്താണ് ആയിത്തീരുന്നത്? ഉത്തരം ഓപ്ഷൻ എ കൂട്ടവകാശികൾ. ചോദ്യം 15. ആർക്കാണ് അറിവിനേക്കാളധികം സ്നേഹം? ഓപ്ഷൻ ബി ക്രിസ്തുവിന്. ചോദ്യം 16. ആത്മാവിലൂടെ എവിടെയാണ് ശക്തിപ്പെടേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി അകത്ത്. ചോദ്യം 17. ഹൃദയത്തിൽ വസിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തു. ചോദ്യം 18. പൗലോസ് ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ. ചോദ്യം 19. ദൈവത്തിൻ്റെ ഉദ്ദേശം എവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി യേശുവിൽ. ചോദ്യം 20. ദൈവത്തിൻ്റെ ജ്ഞാനം ഏതിടങ്ങളിലുള്ള വഴിയുള്ള ശക്തികൾക്കാണ് വെളിപ്പെടുത്തേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി സ്വർഗീയ. ചോദ്യം 21. പൗലോസ് അനുഭവിച്ച പീഡകളെക്കുറിച്ച് എങ്ങനെ കാണണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഹൃദയവ്യഥയായി. ചോദ്യം 22. രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി വായനയിൽ നിന്ന്. ചോദ്യം 23. ദൈവം എവിടെയാണ് രഹസ്യം നിഗൂഢമായി സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി സൃഷ്ടാവിൽ. ചോദ്യം 24. ആരെ പ്രതിയാണ് പൗലോസ് തടവിലായിരുന്നത്?
ഉത്തരം ഓപ്ഷൻ ബി യേശു ക്രിസ്തുവിനെ പ്രതി. ചോദ്യം 25. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം ആർക്കൊപ്പം ഗ്രഹിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധരോടൊപ്പം. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.